നമ്മൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് നമ്മുടെ വിവാഹം. പള്ളിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അച്ഛൻ ചെറുക്കനോടും പെണ്ണിനോടും സമ്മതം ചോദിക്കാറുണ്ട്. നിശ്ചയ ദിവസവും ചോദിക്കാറുണ്ട് കേട്ടോ. എന്നാലും കല്യാണ ദിവസം ഇത് ആവർത്തിക്കാറുണ്ട്. അവിടെ ഒരു ഇൻഫോംഡ് കൺസെൻറ്റ് വാങ്ങിക്കുകയാണ്. വീഡിയോഗ്രാഫർ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, നാളത്തേക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് ശേഷം വന്ന് വീണ്ടും ഒരു പേപ്പറിൽ ഒപ്പിടുന്നുണ്ട്. ഇതെൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രൊസീജിയറൽ സെഡേഷൻ്റെ കാര്യത്തിൽ. അതിനും കൺസെൻറ്റ് വേണം. അത് ആരാണോ ഈ കാർമ്മികത്വം ചെയ്യുന്നത് ആ ഡോക്ടർ തന്നെ വന്ന് കൃത്യമായിട്ടും ഇൻഫോം ചെയ്യണം. കൺസെൻറ്റ് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടു പോകണം. ഒരു നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പോകരുത്. അല്ലെങ്കിൽ അതിലെ ടീം മെമ്പർ ആയിരിക്കണം. ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഇത് അല്ലാതെ മറ്റ് ആൾട്ടർനേറ്റീവ് എന്തുണ്ട്, ആ ആൾട്ടർനേറ്റീവ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ഇതിന് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് മരവിച്ച് പോലെ ജീവിച്ചേക്കാം അല്പനേരം. കല്യാണത്തെക്കുറിച്ചല്ല കേട്ടോ, ഈ പ്രൊസീജിയർ സെഡേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസ്റ്റ് പ്രൊസീജിയർ അനാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ റിസ്ക് ഫാക്ടറിനെ കുറിച്ച്, ബെനിഫിറ്റുകളെ കുറിച്ച്, ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് വിശദമാക്കിയിരിക്കണം. അങ്ങനെ COP 12B നമ്മളോട് പറയുന്നത് ഇൻഫോംഡ് കൺസെൻറ്റ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രൊസീജിയറൽ സെഡേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് എന്നാണ്. അത് കൃത്യമായിട്ട് വാങ്ങാൻ മറക്കല്ലേ.